ബിനു ഭർത്താവിനെ വെട്ടിക്കൊന്ന് പീസാക്കി വീപ്പയിൽ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത പ്രതി ഇപ്പോൾ പറയുന്നു കോടതിയിൽ സ്വയം കേസ് വാദിക്കാൻ പറയാം. അപ്പോൾ ഇതൊക്കെ മറ്റേ AI ആണെന്ന് വാദിക്കാനാണോ അതോ മറ്റേ ഫോട്ടോഷോപ്പോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് വാദിക്കാനായിരിക്കും ഉദ്ദേശിക്കുന്നത്? അല്ല, ഇതിൽ പഠിക്കണമെന്നും പറഞ്ഞ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് കേസ് വാദിക്കാൻ പഠിക്കാൻ അനുമതി കൊടുക്കണമെന്നും പറഞ്ഞാണ്. ജയിലിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ജയിലിൽ നിന്ന് പഠിച്ച് കേസ് വാദിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത് പണ്ട് ഒരു അച്ഛനെ അമ്മയും കൊന്നിട്ട് ജയിൽ ശിക്ഷയ്ക്ക് അച്ഛനെ അമ്മയും കൊന്നതിന് ശേഷം കോടതി വിധിക്കുകയാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കാതെ വധശിക്ഷ എന്തോ കൊടുത്തപ്പോൾ പ്രതിയോട് അവസാനമായി എന്തെങ്കിലും പറയാനുണ്ടോ, കാരണം പ്രതിക്ക് ശിക്ഷ കൊടുത്തു കഴിഞ്ഞിട്ട് എപ്പോഴും ജഡ്ജി ചോദിക്കാറുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞതാണ്, എനിക്ക് അച്ഛനും അമ്മയും ഇല്ല, അനാഥരാണ്, എന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു വിധിയാണിത്. അപ്പം അതുപോലെ തന്നെ ഇത് സ്വന്തം ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി വീപ്പയിലിട്ട് കോൺക്രീറ്റ് ചെയ്ത കേസിലാണ് മുസ്കാൻ. അതായത് മുസ്കാൻ എന്ന് പറഞ്ഞാൽ മുസ്കാൻ എന്ന് വെച്ചാൽ പുഞ്ചിരി എന്നൊക്കെ അർത്ഥം. അതെ. മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായിരുന്നു ഭർത്താവ്. അതായത് ജയിലിൽ നിന്ന് നിയമം പഠിച്ച് കേസ് സ്വയം വാദിക്കണം എന്നാണ് പറഞ്ഞത്. പഠിക്കാൻ അനുമതി തേടി ഭർത്താവിനെ വെട്ടിനുറുക്കിയ കേസിലെ പ്രതി, വലിയ പ്രമാദമായ ഒരു സംഭവമാണ്. മീററ്റ് കൊലപാതക കേസിലെ പ്രതി മുസ്കാൻ റസ്തഗിയാണ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വിചിത്രമായ ആവശ്യമാണ്. ജയിലിൽ നിന്ന് ആളൂർ വക്കീൽ മരിച്ചുപോയത് അറിഞ്ഞെന്നാണ്. അതെ, ജയിലിൽ നിന്ന് നിയമം പഠിച്ച് കേസ് സ്വയം വാദിക്കണമെന്നാണ് അവർ അനുമതി തേടിയിരിക്കുന്നത്. അതിന് പഠിക്കാനുള്ള അനുമതി കൊടുക്കുമോ എന്നുള്ള കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഇങ്ങനെയൊക്കെയുള്ള വിചിത്രമായ ആചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം സ്വന്തം ഭർത്താവിനെ ഒരു അല്പം പോലും കാരുണ്യമില്ലാതെ കാമുകനൊപ്പം ചേർന്ന് വെട്ടിനുറുക്കി കൊലപ്പെടുത്തി വീപ്പയ്ക്കകത്തിട്ട് കോൺക്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തുമാത്രം മാനസിക ഇതായിരിക്കും. അപ്പോൾ അതിൽ ഇനി രക്ഷപ്പെടാൻ വേണ്ടി വാദിക്കാൻ ജയിലിൽ നിന്ന് പഠിക്കണമെന്നാണ് ആവശ്യം ഉന്നയിച്ചത്. സിനിമയിലൊക്കെ ആണെങ്കിൽ നടപടിയായി. അതെ. പലപ്പോഴും ഈ ഇന്ത്യൻ നിയമങ്ങൾ അല്ലെങ്കിൽ നിയമങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. നമുക്കറിയാം, അവസാന വിധി എന്ന് പറയുന്നത് കോടതി തന്നെയാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും സാധാരണക്കാർക്ക് ആശ്രയിക്കാവുന്ന അവസാനത്തെ അവരുടെ നീതിപീഠമാണ് കോടതി. അപ്പോൾ ആ കോടതിയിൽ നിന്ന് ചിലപ്പോൾ ലഭിക്കുന്ന വിധികൾ അല്ലെങ്കിൽ ചിലപ്പോൾ സാമ്പത്തികമുണ്ടെങ്കിൽ ഇപ്പോൾ ആർക്കും എന്ത് കേസിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ളതിൻ്റെ പല തെളിവുകളും നമ്മൾ കൺമുന്നിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് സാമ്പത്തികമുള്ള ഒരാളാണെങ്കിൽ വലിയ കേസിൽ പ്രതിയായാലും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ പാർട്ടി പിന്തുണ ഉണ്ടെങ്കിൽ, പാർട്ടിയുടെ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ പിന്തുണ ഉണ്ടെങ്കിൽ എത്ര വലിയ കൊലപാതക കേസാണെങ്കിലും അവർക്ക് നിഷ്പ്രയാസം രക്ഷപ്പെടാൻ. ഇത് മാത്രമല്ല, ഈ അജ്മൽ കസബ് മുതൽ ഗോവിന്ദചാമി വരെ ഈ ജയിലിൽ അവരുടെ വന്ന രൂപമാറ്റം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എത്ര വലിയ കൊടും ക്രിമിനൽ ആണെങ്കിലും അവർക്ക് സുഖ ജീവിതമാണ് ജയിലുകളിൽ കിട്ടുന്നത്. പിന്നെ പരമാവധി നിയമപരീക്ഷ ഇവിടുന്ന് കിട്ടുകയും ചെയ്യും. കാര്യം നമ്മുടെ കോടതിയുടെ നിലപാടുകൾ എത്ര അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധിയും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ്. അപ്പോൾ എത്ര വലിയ കൊടും കുറ്റം ചെയ്താണേലും അയാളുടെ ഭാഗം കൂടി കേൾക്കണമെന്നുള്ളൊരു നിലപാട് കോടതികൾക്കുണ്ട്. അതെ, ഈ കൊടിസുനി തന്നെ കണ്ടില്ലേ, എന്തുമാത്രം മൊബൈലൊക്കെ ഉപയോഗിച്ച് വളരെ രസകരമായ. അത് വേറെ. അതെ. അത് വേറെ. അതുകൊണ്ടാണ് കൊടിസുനിയുടെ കയ്യിൽ ഫോണുകൾ വരുന്നു എന്നുള്ളത് അതെല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ കാരണവർ വധക്കേസിൽ ഷെറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഗണേഷ് കുമാർ എന്തെല്ലാം ഇത് നടത്തിയെന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഓരോരുത്തർക്കും കിട്ടുന്ന നീതി പല വിധത്തിലാണ്. ചിലർ ഒരു തെറ്റും ചെയ്യാതെ ജയിലിൽ വർഷങ്ങളോളം കിടക്കേണ്ടി വരുന്നു, അവരെ നോക്കാനും കാണാനും പോലും ആരുമില്ല. പക്ഷേ ചിലരാകട്ടെ ഇത്തരത്തിൽ ജയിലിൽ വിലസുന്നു. അതോടൊപ്പം തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടാലും അത് കഴിഞ്ഞ് അവർ സുഖമായിട്ട് ഇറങ്ങി വരാൻ പരോളും ഒക്കെ ലഭിക്കുന്നു. ഈ ഷെറിനൊക്കെ ഒരുപാട് നാൾ പരോളിൽ പുറത്ത് നിൽക്കുന്നുണ്ട് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ പലർക്കും ലഭിക്കുന്നുണ്ട്. ഈ കോടതി വിധികൾ അല്ലെങ്കിൽ നിയമങ്ങൾ ഒരു സുതാര്യമല്ല എന്ന് ഈ തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഈ കോടതിയിൽ കേസ് സ്വയം വാദിക്കുന്നതിനാണല്ലോ ഇപ്പോൾ ആവശ്യമില്ല. ഇപ്പോൾ അതേപോലൊരു സംഭവം കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലുണ്ടായി. അത് ഞാനൊന്ന് പറഞ്ഞുതരാം. മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ അവിടെ ഒരു കേസ് നടക്കുന്നുണ്ട്. അതായത് ഒരു ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരു 60 വയസ്സുകാരി, അവർ ചെയ്ത കുറ്റം, അവർ ഝാൻസി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത്. ആ സമയത്ത് അവരുടെ ഭർത്താവുമായിട്ട്, അവരുടെ പേര് മമത പതക് എന്നാണ്, അവരുടെ ഭർത്താവിൻ്റെ പേര് നീരജ് പതക്. ഈ നീരജ് പതക്കിനെ ഇവർ കാലങ്ങളായിട്ട് ഈ ഉറക്ക ഗുളിക കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തോ അവർ തമ്മിലെന്തോ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിൻ്റെ പോലെ ഉറക്ക ഗുളികകൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം സുപ്രഭാതത്തിൽ ഇവർ ഉറക്ക ഗുളികയുടെ കൂട്ടത്തിൽ ഇത്തിരി കറണ്ടും കൂടി കൊടുത്തു. അപ്പോൾ ഇയാൾ മരിച്ചു. എന്നിട്ട് ഇവർ വീട് വിട്ടുപോയി. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഈ പോലീസ് പറയുന്നത് ഇങ്ങനെയാണ്, തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഭർത്താവ് മരിച്ചു കിടക്കുന്നതെന്നും പറഞ്ഞ് ഇവർ പോലീസിനെ വിളിച്ചറിയിച്ചു. പക്ഷേ ഈ കേസിൽ ട്വിസ്റ്റ് ഉണ്ടായത്, ഈ നീരജ് പതക്കിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ്
പോലീസിന് കിട്ടി. അതായത് ഭാര്യ എനിക്ക് നിരന്തരം ഉറക്ക ഗുളികൾ തരുന്നുണ്ട്, ഞാൻ അവശനാകുന്നുണ്ട് എന്ന തരത്തിൽ. അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ ഇയാളുടെ ശരീരത്തിൽ ഈ പൊള്ളലുകൾ കണ്ടു. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് ശരീരത്തിൽ വൈദ്യുതാഘാതം ഏൽപ്പിച്ചിട്ടാണ് കൊലപ്പെടുത്തിയതെന്ന് തെളിഞ്ഞു. അങ്ങനെ ഈ ഭാര്യ അറസ്റ്റിലായി. അങ്ങനെ അവരെ 2021 ജീവപര്യന്തത്തിന് ശിക്ഷിച്ചു. 2022 ആയപ്പോൾ ഇവർ അതിൽ അപ്പീൽ സമർപ്പിച്ചു. ആ കേസിൻ്റെ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇവർ കോടതിയിൽ കയറി വാദിച്ചു. അതായത് ഈ വൈദ്യുതാഘാതം ശരീരത്തിൽ ഏറ്റാലുണ്ടാകുന്ന പൊള്ളൽ അത് നമുക്ക് നോക്കിയത് കൊണ്ട് മാത്രം ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വ്യക്തമാകില്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. അതിൽ ഈ ശരീരത്തിൽ ആസിഡ് റിയാക്ഷൻസ് അങ്ങനെ കണ്ടെത്താൻ സാധിക്കില്ല എന്നാണ് ഇവർ വാദിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട് ജഡ്ജി ഞെട്ടിപ്പോയി. കാര്യം ഒരു 60 വയസ്സുകാരി, ഒരു വൃദ്ധ, അവരെന്തിനാണെന്ന് വാദിക്കുന്നത്. അവർ ചോദിച്ചു, നിങ്ങളൊരു കെമിസ്ട്രി പ്രൊഫസർ ആണോ? അതേന്നും മറുപടി പറഞ്ഞു. കാര്യം ഇവർക്ക് കെമിസ്ട്രി ഇതിൻ്റെ കഥകൾ മുഴുവൻ അറിയാം. അപ്പോൾ ഇവർ അത് പറഞ്ഞ് വാദിച്ച് ഇപ്പോൾ ഇനി ആ കേസിൻ്റെ ഭാവി എന്താകുമെന്ന് അറിയാനൊക്കില്ല. കാര്യം ഈ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ശിക്ഷ വിധി. അപ്പോൾ ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ തെളിവ് അത് സംശയാതീതമായി സ്ഥാപിക്കപ്പെടണം. അപ്പോൾ ഇങ്ങനൊരു സംശയം വന്നു കഴിഞ്ഞാൽ അവർക്കിപ്പോൾ ഒരു പിടിവള്ളിയായി. അപ്പോൾ ഇതേപോലെ അതീവ ബുദ്ധിരാക്ഷസന്മാർ ജയിലിൽ കിടപ്പുണ്ടെങ്കിൽ ദയവായി അവരെ നിയമം പഠിപ്പിക്കാനും വാദിക്കാനും വിടാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. അതേപോലെ തന്നെ ഇപ്പോൾ ദിലീപിൻ്റെ കേസ് വന്നാലും ഡിജിറ്റൽ തെളിവുകളടക്കം ഒന്നും ഹാജരാക്കാൻ പ്രോസിക്യൂഷനൊന്നും കഴിയുന്നില്ലല്ലോ. പലപ്പോഴും ഈ പറഞ്ഞ് ഉള്ളത് അത്തരത്തിൽ ഹാഷ് വാല്യൂ മാറിയതും പിന്നെ അന്നത്തെ ഫോൺ കാണാനില്ലാത്തതും ഒക്കെ ദിലീപിന് അനുകൂലമായി തന്നെ വരും. അത് കുറേയൊക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജഡ്ജിമാരെ പോലും വിലക്കെടുക്കാവുന്ന ഒരു കാലമാണ്. ആളൂരൊക്കെ ഉണ്ടായിരുന്ന ഒരു നിയമ സംവിധാനമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് പലരും തമാശയ്ക്ക് പോലും പറയുന്നുണ്ട്, നിനക്ക് ഒന്നാലും കുഴപ്പമില്ല, ആളൂരൊക്കെ ഉണ്ടല്ലോ, നമുക്ക് രക്ഷപ്പെടാം എന്ന് പറയുന്നത് പോലെ ഈ പറഞ്ഞതുപോലെയൊക്കെയുള്ള ഒരുപാട് നിയമത്തിൽ ഒരുപാട് പഴുതുകളുണ്ട്. പ്രത്യേകിച്ച് ഈ സ്ത്രീകളുമായി സ്ത്രീ സുരക്ഷ എന്ന രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്ന നിയമങ്ങൾ. ഇപ്പോൾ ഒരു സ്ത്രീക്ക് അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുരുഷനെതിരെ കേസ് കൊടുക്കാം. ഇപ്പോൾ പ്രേംലാലിനെതിരെ ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കാം, പ്രേംലാൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ്. പ്രേംലാലിന് അടുത്ത നടപടി പ്രേംലാലിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള 14 ദിവസത്തിന് ശേഷം മാത്രമേ ജാമ്യം. അത്തരം കേസുകളിൽ സ്ത്രീകൾ എന്ത് പറയുന്നതാണ്. പക്ഷെ പിന്നീട് കോടതിയിൽ വന്നിട്ട് പീഡിപ്പിച്ചില്ല എന്ന് തെളിയിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ തീർന്നു കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള നിയമങ്ങളിൽ ഒരുപാട് പഴുതുകൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് പലപ്പോഴും അത് പക്ഷെ ആ കാര്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നിരുന്നല്ലോ. അതായത് ഏറിയ പങ്ക് ഇത്തരം പരാതികൾ വരുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത്. പക്ഷെ അതിൽ കോടതി ഇപ്പോൾ ഇടപെട്ട് പറഞ്ഞിട്ടുണ്ട് അതങ്ങനെ സ്ഥാപിച്ചെടുക്കാനൊക്കില്ല. കാര്യം ഇത് കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ, അതൊരു ഘടന. പിന്നെ അത് മാത്രമല്ല, ഈ ഉഭയസമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നെ ഇത് പീഡനമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലാത്ത തരത്തിൽ കോടതി നിരീക്ഷണമൊക്കെ അപ്പം അങ്ങനെയൊക്കെ വരുന്നതിൽ കുറച്ച് ആശ്വസിക്കാം. അതെ, അത് ശരിയാ. കാരണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നിയമം കുറച്ചുകൂടി സുതാര്യമാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. കാരണം പലപ്പോഴും ഈ നിയമങ്ങൾ പലരുടെയും കുടുംബത്തെയും ജീവിതത്തെയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. അത്തരത്തിൽ അതിൻ്റെ ആ പഴുതുകൾ അടയ്ക്കാനെങ്കിലും എന്തെങ്കിലും സംവിധാനം കൊണ്ടുവരേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.